ഇവിടുത്തെ സിസ്റ്റർ അവിടെ. അണ്ണനെ അവിടെ പരിചയം തോന്നുന്നു. അപ്പുറത്തെങ്ങാനും കാണും. പിന്നെ താങ്കൾ ഇതിനകത്തിനോട് പിടിച്ചിരുത്തിയേക്കുന്നേ? വേണ്ടണ്ണ, നമുക്ക് നോക്കാം. അല്ല പിന്നെ അല്ല, ആരാ? അണ്ണത് സംസാരിക്കില്ല. തല്ല് ഇതിനകത്തുണ്ട്. പ്രിയപ്പെട്ട സിസ്റ്ററിന്. പ്രിയപ്പെട്ടല്ല, പ്രിയപ്പെട്ട. സുഖമാണോ? ഈടെ സുഖമല്ല. സുഖമല്ല. എന്റെ ഒച്ച്. എന്റെ കൊച്ച്. ഓ 2+ കഴിച്ച്. +2 കഴിഞ്ഞ്. ഓ +2 കഴിഞ്ഞു. ആന നീ പെടക്കണോ? ഇനിയും പഠിക്കണമെന്ന്. മധുരയ്ക്ക് പറഞ്ഞോ? മര്യാദയ്ക്ക് പറയണം. ഇല്ലെങ്കിൽ വിരമിക്കും. അതിന് ഞാനിവിടെ ആരും ജോലിക്ക് എടുത്തിട്ടില്ല. ഇല്ലെങ്കിൽ വിവരം അറിയും. സുഖു ക്ഷീണിച്ചു സൂക്ഷിച്ചു എന്ന് പ്രിയപ്പെട്ട ഗണ്ട കുണ്ട. പേപ്പർ തന്നെ ഒപ്പിട്ടില്ല. ശരിയായോ? +2 കഴിഞ്ഞ് നിങ്ങളുടെ മോൻ എന്താ പഠിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നിങ്ങളുടെ മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചാൽ നല്ലതായിരിക്കും. മലയാളമൊക്കെ പഠിച്ചത് എന്തിന്? മലയാളത്തിൽ ഇപ്പം എന്തോ ഒരു കുഴപ്പം. കോണ്ടന്റ് റൈറ്റേഴ്സ് മുതൽ ഗവൺമെന്റ് ജോലിക്കാർ വരെ ഇന്ന് വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്നവരെല്ലാം മലയാളം പഠിച്ചു വരാം. ജേർണലിസ്റ്റ്, ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ്, കോണ്ടന്റ് റൈറ്റേഴ്സ്, കോപ്പി റൈറ്റേഴ്സ്, എന്തിനേറെ പറയണം ജനറൽ ഇന്റർപ്രറ്റേഴ്സ് വരെ ഇവിടെ മലയാളം പഠിച്ചു വരാം. സ്വന്തം ഭാഷയിൽ പഠിച്ച് സ്വന്തം നാട്ടിൽ ജോലി ചെയ്യുന്നതിനേക്കാളും വലിയ പ്രൗഡായിട്ടുള്ള മൊമെന്റ് വേറെ ഉണ്ടോ? എന്നിട്ട് മലയാളത്തിനോടൊരു പുണ്യം നോക്കണുള്ളത്. +2 50% മാർക്കോടുകൂടി പാസ്സായ ആർക്ക് വേണമെങ്കിലും BA മലയാളം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി BA മലയാളത്തിന് ശേഷം ടീച്ചേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് B.Ed ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പ്രൊഫസർ മേഖലയിലേക്കാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ MA PhD ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ജേർണലിസം ആണ് ലക്ഷ്യമെങ്കിൽ ജേർണലിസവുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ചെയ്യാനായിട്ട് സാധിക്കും. BA മലയാളത്തിന് ശേഷം UPSC PSC എക്സാമുകൾ വഴി ഗവൺമെന്റ് ജോലികളിലേക്കുള്ള സാധ്യതകളും കൂടുതലാണ്. അതൊന്നും വേണ്ട, മലയാളം ഒന്നും വേണ്ട, വേറെ ഏതെങ്കിലും നോക്കാം. നീ വന്നേ. ഡീറ്റെയിൽസ് പറഞ്ഞേ. നീ വരുന്നുണ്ടോ? ആ